അപ്പോൾ ഞാൻ എടുക്കുന്ന നിലപാട് ഈ പാർട്ടിക്ക് വേണ്ടിയാണ്. ഈ ഗവൺമെൻറ്റിനെ ഈ രീതിയിൽ ബാക്ക് ഓപ്പറേഷനിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന എം.ആർ. അജിത് കുമാറിനെതിരെയാണ്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിനെതിരാക്കാൻ കള്ളക്കേസുകളും പെറ്റി കേസുകളും വലിയ രീതിയിലുള്ള ഫൈനുകളും അതുപോലെ തന്നെ ലൈഫ് പദ്ധതി പോലും മണ്ണെടുക്കാൻ അനുവദിക്കരുതെന്ന നിലപാടുമൊക്കെ ഈ ഗവൺമെൻറ്റിനെതിരാണ്. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ശത്രുവാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എം.ആർ. അജിത് കുമാർ തന്നെ അതിൻ്റെ ഹെഡല്ലേ. എന്തായാലും തർക്കം എനിക്കത് ബോധ്യപ്പെട്ടിട്ട് കുറച്ച് കാലമായി. അദ്ദേഹം തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിന് പല വളഞ്ഞ വഴികളാണ് അദ്ദേഹം. ഞമ്മല്ലേ ആട്ടിൻ തോലിട്ട ചെന്നായാണ് ശ്രീ എം.ആർ. അജിത് കുമാർ. ആ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. എന്തുകൊണ്ടാണ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെടാതെ പോകുന്നത്? അല്ല, അതെനിക്കറിയില്ല. ഞാനതിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ തയ്യാറല്ല. പാർട്ടിയുടെ പിന്തുണയോടെ തന്നെയാണോ ഒപ്പത്തിൽ ഈ പോലീസിലെ ഇത് തുടച്ചു നീക്കലിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ശുദ്ധീകരണം? ഞാൻ ഈ വിഷയത്തിൽ ഒരാളുടെയും പിന്തുണ തേടിയിട്ടില്ല. എൻ്റെ മനസ്സാക്ഷിക്ക് ബോധ്യപ്പെട്ട എൻ്റെ അനുഭവങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊതുപ്പം നിങ്ങൾ കേട്ടല്ലോ, SP പറയുന്നത് 25 വർഷം എൻ്റെ സേവകനായി നിൽക്കുക. എനിക്കുന്ന അതല്ല ഓപ്റ്റ് ചെയ്യേണ്ടത്. രാഷ്ട്രീയക്കാരാണെങ്കിൽ അതല്ല ഓപ്റ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാനൊരു വലിയ ഒരു വിഭാഗത്തിനോടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്. എനിക്കതിൻ്റെ ബോധമില്ലാത്തതൊന്നുമല്ല. പക്ഷേ ഞാൻ ദൈവത്തിൽ അർപ്പിച്ചിട്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും.